വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു പുതിയ ആഴ്ചയാണ് വെച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ കർത്താവ് ചെയ്യാനിരിക്കുന്ന എല്ലാ നന്മകളും നമ്മൾ ഒരുമിച്ച് പ്രാപിക്കാൻ പോവുകയാണ്. ഈ ആഴ്ച കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന വിധങ്ങൾ ഓർത്ത് നമുക്ക് ഇപ്പോൾ തന്നെ നന്ദി പറയാം. കർത്താവ് നമ്മളെ വഴി നടത്താൻ പോകുന്ന ആ വിധങ്ങൾ ഓർത്ത് നമുക്ക് ഇപ്പോൾ തന്നെ കർത്താവിന് നന്ദി പറയാം. കാര്യം തന്നെ കമോൺ, ലെറ്റ്സ് ഓൾ ഓപ്പൺ അപ്പ് അവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന്, നമ്മുടെ അതരങ്ങൾ തുറന്ന് ഈ സമയത്ത് നമുക്കൊന്ന് കർത്താവിന് നന്ദി പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നന്ദിയുള്ള ഒരു ഹൃദയമായി നമുക്ക് ഒരുമിച്ച് കടക്കാം. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങ് ഈ ആഴ്ച ചെയ്യാൻ പോകുന്ന സകലതിനും ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവ്, പുതിയ ചില കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ അങ്ങ് ചെയ്യണമേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിനും കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് ആദ്യമായി ഒരു കോ സ്പോൺസറാണ് ഉള്ളത്, അശ്വിൻ ജയപ്രകാശ് ഫ്രം ചേർത്തല. സെപ്റ്റംബർ 8 ഇന്നലെ അശ്വിൻ പ്രകാശിന്റെയും അഖിലയുടെയും വിവാഹമായിരുന്നു. ദേ ആർ എ ന്യൂലി മാരീഡ് കപ്പിൾ. ആ വിവാഹം നല്ല രീതിയിൽ നടന്നതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇവർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വലിയ ഫേവർ, മേഴ്സി ഈ പുതിയ ഫാമിലിയുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താവ്. അവരുടെ മാരീഡ് ലൈഫ് ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താവ്. രണ്ടുപേർക്കും ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. ഒരു ഉയർന്ന ജോലി കർത്താവെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സഹോദരി അശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വതിക്കും ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് രണ്ടാമത്തെ കോ സ്പോൺസർ ഇസ് ശില്പ ഫ്രം കണ്ണൂർ. നമുക്ക് ഒരുമിച്ച് ശില്പക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സെപ്റ്റംബർ 18 നടക്കുന്ന PhD പ്രസന്റേഷൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റഡീസ് എല്ലാം ഭംഗിയോടെ നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും ഭാവിയിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നു കർത്താവെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ രണ്ട് സ്പോൺസേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദയവായി ഈ നമ്പറിലേക്ക് വിളിച്ചാലും അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താലും സകല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നമുക്ക് രണ്ട് വലിയ മീറ്റിംഗ്സ്, രണ്ട് സ്പെഷ്യൽ മീറ്റിംഗ്സ് ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലും നമുക്ക് ബ്ലെസ്സിംഗ് ടുഡേയിൽ നടക്കുന്നു. ഒക്ടോബറിൽ എല്ലാ ടീൻസിനും യൂത്ത്സിനും വേണ്ടി യൂത്ത് റിവൈവൽ മീറ്റിംഗ്, യൂത്ത് അൺലിമിറ്റഡിന്റെ ആനുവൽ ക്യാമ്പാണ്. അതിലേക്ക് എല്ലാവരെയും, എല്ലാ യങ്സ്റ്റേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. 13 വയസ്സിന് മുകളിലാണെങ്കിൽ, നിങ്ങൾ 8ാം ക്ലാസ്സിന് മുകളിലാണെങ്കിൽ 30 വയസ്സ് വരെയുള്ള എല്ലാ വ്യക്തികളെയും ഞങ്ങൾ ഒരുമിച്ച് ഈ യൂത്ത് ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ബ്ലെസ്സിംഗ് ടുഡേ ചർച്ച് കൊച്ചിയിൽ വെച്ചായിരിക്കും നടക്കുന്നത്. അതിന്റെ സ്പീക്കേഴ്സ്, ഗസ്റ്റ് ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ സമയത്ത് കാണാൻ സാധിക്കും. പാസ്റ്റർ റീനു കുമാർ ഫ്രം ചെന്നൈ, പാസ്റ്റർ ജോഷു ആൻഡ്രൂസ് ഫ്രം മസ്കറ്റ്, പാസ്റ്റർ സ്റ്റാൻലി തോമസ്, എമി മറിയം സ്റ്റാൻലി തുടങ്ങിയുള്ള ഫുൾ ടീം നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ 11 മുതൽ 13 വരെയുള്ള തീയതികളിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ആ ഡേറ്റ്സ് കുറിച്ച് വെക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ മക്കളെ ഇപ്പോൾ തന്നെ അതിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മക്കളെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ വിമൻസ് കോൺഫറൻസ്, ഗ്ലോ എന്ന പേരിൽ വിമൻസ് കോൺഫറൻസ് നമുക്ക് നടക്കുന്നു. നവംബർ 8, 9 തീയതികളിലാണ് അതിശക്തമായ ചില വിമൻ സ്പീക്കേഴ്സ്, വർഷിപ്പ് ലീഡേഴ്സ് എല്ലാം വരുന്ന മീറ്റിംഗ് ആണ്. പാസ്റ്റർ സിന്തിയ ജോൺസൺ, പാസ്റ്റർ മെർലിൻ പട്ട്, പാസ്റ്റർ ഷമ ഡാമിയൻ, സിസ്റ്റർ ഷീനു മറിയം, എമി മറിയം, അപ്പോൾ തന്നെ തേജസ് ജോഷി തുടങ്ങിയുള്ള ഫുൾ ടീം നിങ്ങൾ വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. സോ അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. 21 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ ലേഡീസിനെയും, സിസ്റ്റേഴ്സിനെ ഞങ്ങൾ ഈ കോൺഫറൻസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതിന്റെ ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ട്. നിങ്ങൾ ദയവായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക, അതിനുവേണ്ടി ഒരുങ്ങി വരിക. ആൻഡ് കർത്താവ് വലിയ കാര്യങ്ങൾ ഈ രണ്ട് മീറ്റിംഗ്സിലൂടെ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. വചനം പഠിക്കാൻ തയ്യാറാണോ? റെഡിയാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഓപ്പൺ ഹെവനെ കുറിച്ച് അതിൻ്റെ വിവിധ ആസ്പെക്റ്റുകളെടുത്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ജീവിക്കുന്നതിനാലുള്ള, അല്ലെങ്കിൽ സ്വർഗം തുറന്നതിനാലുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരുടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ഗ്ലോറിയിൽ ഇപ്പോൾ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി സമയം എടുക്കാറില്ല.
സോ സൺഡേ സർവീസിലും ഫ്രൈഡേയിലൊക്കെ പലതും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ജീവിക്കുന്ന സമയത്ത് തടസ്സങ്ങൾ മാറിപ്പോകുന്നു, രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടാകുന്നു, ദെൻ സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകുന്നു, ശുശ്രൂഷ ഭയങ്കരമായി വ്യാപിക്കുന്നു അല്ലെങ്കിൽ വിശാലമാകുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുക. ഐ ആം റിയലി എക്സൈറ്റഡ്. നിങ്ങൾക്ക് ഇതുപോലെ ഈ സീരീസ് നടക്കുമ്പോൾ ഓഗസ്റ്റ് മാസം മുതലാണ് ഭയങ്കരമായ ഓപ്പൺ ഹെവൻ്റെ എക്സ്പീരിയൻസിലൊക്കെ ബ്ലെസ്സിങ് ടുഡേ കുടുംബമായി പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം എമ്പാടുമുള്ളവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയർ ലഭിക്കും. ബ്ലെസ്സിങ് ടുഡേയോട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങളുടെ ഏത് ചർച്ചോ ഒന്നൊരു വിഷയമല്ല. ഈ ബ്ലെസ്സിങ് ടുഡേ മൂവ്മെൻറ്റിനോട് നിങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഇതിൻ്റെ പങ്കും ഓഹരിയും എല്ലാവർക്കും ലഭിക്കുന്നതാണ്. വിശ്വാസത്താൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അവസാനം ഞാൻ വന്നുകൊണ്ടിരുന്നത് ഓപ്പൺ വിഷനെ കുറിച്ചും അതുപോലെ ദർശനത്തിൻ്റെ ആവശ്യം എന്താണ്, ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട്, ദൈവത്തിൽ നിന്നൊരു ദർശനം ലഭിക്കുമ്പോഴാണ് ലൈഫ് മൊത്തം മാറുന്നത്. മുന്നിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യേണ്ട, സഞ്ചരിക്കേണ്ട ജീവജാലങ്ങൾക്ക് മാത്രമേ ദൈവം കണ്ണുകൾ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ സൈറ്റ് കൊടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ചാൾസ് സിൻഡോൾ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ദർശനത്തെക്കുറിച്ച് ചാൾസ് സിൻഡോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിരുന്നു. എത്ര ഭയങ്കരമാണ് ഈ ദർശനം എന്ന് പറഞ്ഞാൽ, അത് എത്ര ഭയങ്കരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ കണ്ണിൻ്റെ കാഴ്ചയേക്കാൾ ഭയങ്കരമാണ്. അതായത് നമ്മൾ ഇതിനെ വിഷൻ എന്ന് പറയാറുണ്ട്, പക്ഷേ ഇത് ആക്ച്വലി സൈറ്റാണ്. ഐ സൈറ്റ് ആ ഒരു ടേം ഉപയോഗിക്കാറുണ്ടെങ്കിലും വിഷൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഡീപ്പർ ലെവലിലുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദർശനം എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ലൈഫ് എവിടെ എത്തണം എന്നതിനെക്കുറിച്ചുള്ള, ഇങ്ങനെ വേണമെങ്കിൽ പറയാം, വിഷൻ ഈസ് ദ ഡെസ്റ്റിനേഷൻ ദാറ്റ് വി നീഡ് ടു റീച്ച്. നമ്മളെവിടെ എത്താനുണ്ടോ അതാണ് വിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ ദ മീൻസ്, ദ റൂട്ട്, ദ വേ ടു റീച്ച് ദ വിഷൻ ഓർ ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ എവിടെ എത്തിച്ചേരണമോ അതിനു വേണ്ടി നമ്മൾ പോകുന്ന റൂട്ടാണ് മിഷൻ എന്ന് പറയുന്നത്. ദർശനവും ദൗത്യവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബ്ലെസ്സിങ് ടുഡേക്ക് ഒരു ദർശനമുണ്ട്, ഒരു ദൗത്യമുണ്ട്, വിഷനുമുണ്ട്, മിഷനുമുണ്ട്. വിഷൻ എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ഭാവിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു അത്. എന്നാൽ മിഷൻ എന്ന് പറയുമ്പോൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അവിടെ എത്തിച്ചേരാനുള്ള മാർഗം. തമ്മിൽ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേർക്ക് വിഷനും മിഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞുകൂടാ. എനിവേ, ഞാൻ ദർശനത്തിലേക്ക് വരുമ്പോൾ വിഷൻ ക്യാൻ ബി ലൈഫ് ട്രാൻസ്ഫോർമേറ്റീവ്. ദർശനം ജീവിതത്തെ മൊത്തം രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതൊരു വ്യക്തിയുടെ ലൈഫിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസിൽ ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 19. അപ്പോസ്തല പ്രവൃത്തികൾ 26:19. അതിൽ therefore King Agrippa, I was not disobedient to the heavenly vision. അവിടെ പറയുന്നത്, അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ഈ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സമയത്ത് തൻ്റെ ലൈഫിൻ്റെ ഏകദേശം അന്ത്യനാളുകളിൽ, അന്ത്യഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ തൻ്റെ 30കളിൽ ആയിരിക്കും തനിക്ക് ദർശനം കിട്ടിയത്, ദൈവത്തിൽ നിന്നുള്ളൊരു ദർശനം ലഭിച്ചത്. അതിനെ പറയുന്നത് ഹെവൻലി വിഷൻ എന്നാണ്. എന്ന് വെച്ചാൽ സ്വർഗം തുറന്ന് തനിക്ക് ലഭിച്ച ഒരു ദർശനമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കിട്ടിയ ദർശനമാണ്. ദ ഒറിജിൻ ഓഫ് ദിസ് വിഷൻ, ഹിസ് ലൈഫ് വിഷൻ വാസ് ഹെവൻ. സ്വർഗത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെട്ടൊരു ദർശനം ഈ പൗലോസിന് കിട്ടി. ഇപ്പോൾ തൻ്റെ ട്രയൽ നടക്കുകയാണ്, വിചാരണ നടക്കുകയാണ്.
ഈ വിചാരണ നടക്കുന്ന സമയത്ത് തൻ്റെ ലൈഫ് മൊത്തം എന്ന് വെച്ചാൽ യേശുവുമായി താൻ എൻകൗണ്ടർ ഉണ്ടായ ശേഷം തൻ്റെ വിഷൻ മാറി, ജീവിത ദർശനം മാറി. അതിനുശേഷം ഇങ്ങോട്ടുള്ള തൻ്റെ ലൈഫ് മുഴുവൻ താൻ ജീവിച്ചത് ഹി വാസ് ട്രൂ, ഹി വാസ് ഒബീഡിയൻറ്റ് ടു ദ ഹെവൻലി വിഷൻ ദാറ്റ് ഹി റിസീവ്ഡ് ത്രൂ ദ ഹോളി സ്പിരിറ്റ് ഫ്രം ഹെവൻ. ഇതാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ ലൈഫ് മുഴുവൻ ആ ദർശനത്തിന് വേണ്ടി നിന്നു. അതിനുവേണ്ടി ആണ് ഇപ്പോൾ ഈ വിചാരണ നടക്കുന്നത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മളിനി പോകാൻ പോവുകയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 7-ാം അധ്യായത്തിൻ്റെ അവസാനമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റീഫൻ അഥവാ സ്തെഫാനോസ് എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്റ്റീഫൻ്റെ രക്തസാക്ഷി മരണം നടക്കുന്നത്. ഇന്നും ജെറുസലേമിൽ പോയാൽ സ്റ്റീഫൻസ് ഗേറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ഗേറ്റിൻ്റെ മുമ്പിൽ വെച്ച്, അതായത് ജെറുസലേം ചുറ്റുമതിലിൻ്റെ ഒരു ഡമാസ്കസ് ഗേറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനെയാണ് സ്റ്റീഫൻസ് ഗേറ്റ് എന്നും അറിയപ്പെടുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് കല്ലേറ് കൊണ്ടത്. ഞങ്ങളവിടെ പല പ്രാവശ്യം ആ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ കല്ലേറ് കൊണ്ട് മരിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റീഫൻ്റെ ഫേസ് ഒരു ഏഞ്ചലിൻ്റെ ഫേസ് പോലെ പ്രകാശിച്ചു. ജനം കണ്ടു. അത് ആത്മീയമായ ദർശനമുള്ളവർ കണ്ട. ജനങ്ങൾ നോക്കുമ്പോൾ ഒരു ദൂതൻ്റെ ഫേസ് പോലെ പ്രകാശിച്ചു. അവൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉറ്റു നോക്കുമ്പോൾ സ്വർഗത്തിൽ യേശു കർത്താവ്, സ്വർഗം തുറന്നിരിക്കുക, യേശു കർത്താവ് അവിടെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ അതോടൊപ്പം സ്വർഗം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ ഭൂമിയിൽ കല്ലേറ് കൊണ്ട് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിക്കാൻ പോകും. ആ സ്പോട്ടിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം കൂടെ അകത്തേക്ക് വരും. അപ്പം അന്ന് ഈ സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ അതിൻ്റെ കാരണക്കാരനായ ഒരു യുവാവ് അവിടെ നിൽപ്പുണ്ട്. അവൻ്റെ പേര് ശൗൽ എന്നാണ്. പിന്നീടാണ് അദ്ദേഹം പൗലോസായി മാറിയത്. അപ്പം ഈ കല്ലെറിയുന്ന ആളുകളുടെ ഡ്രസ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു സംഭവം നടക്കാൻ പോകല്ലേ. അവരുടെ മേൽവസ്ത്രം എല്ലാം കൂടെ ഊരി ഈ ശൗൽ എന്ന് പറയുന്ന യുവാവിൻ്റെ കാൽക്കീഴ് വെച്ചിട്ടാണ് ഇവരെറിയുന്നത്. ആ മനുഷ്യൻ ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനുണ്ടായ അതിനുശേഷം താൻ അവിടെ നിന്ന് ഡമാസ്കോസിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ തനിക്ക് യേശുവുമായി നേരിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. ആ ഭാഗമാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 നമ്മൾ കാണുന്നത്. അപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ അവസാനമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്തെഫാനോസ് മരിക്കുന്ന. 8-ാം അധ്യായത്തിൽ ഫിലിപ്സ് മിനിസ്ട്രിയാണ് കാണുന്നത്. ശമര്യ പട്ടണത്തിൽ ഈ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ, 6-ാം അധ്യായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരുണ്ട്. ആ ഡീക്കന്മാരിൽ ഒരാളായിരുന്നു ഈ പറഞ്ഞ ഫിലിപ്പോസ്. അവിടെ ഭക്ഷണം വിളമ്പാൻ വേണ്ടി തിരഞ്ഞെടുത്ത. പിന്നീട് അദ്ദേഹം ഒരു സിറ്റി വാർഡ് ഹ്യൂജ് ഹീലിംഗ് ക്രൂസൈഡുകൾ നടത്തുന്ന ഒരു ഇവാഞ്ചലിസ്റ്റായി മാറി. എന്ന് മാത്രമല്ല, ആ ഹീലിംഗ് ക്രൂസൈഡിലൂടെ ആ പട്ടണത്തിൽ മുഴുവൻ വലിയൊരു സന്തോഷമുണ്ടായി. There was great joy in the city because of the healings and miracles and casting out of demons. ഭയങ്കരമായ ശുശ്രൂഷ നടന്ന നിമിത്തം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാം അധ്യായം 1, meanwhile Saul was still breathing out murderous threats against the Lord's disciples. ഈ സമയത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാർക്കെതിരെ ഈ
കുലയും നിശ്വസിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ മർഡറസ് ത്രെഡ്സ്, എല്ലാവരെയും കൊന്നുകളയും ഈ മാർഗത്തിൽ പോയാൽ. എന്ന് വെച്ചാൽ യേശുവിൽ വിശ്വസിച്ച് ഏതെങ്കിലും യഹൂദർ യേശുവിൽ വിശ്വസിച്ച് പോയാൽ അവരെ മുഴുവൻ കൊന്നുകളയും, അറസ്റ്റ് ചെയ്യുന്നല്ല, കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട് സോൾ വാസ് സ്റ്റിൽ ബ്രീത്തിങ് ഔട്ട് മർഡറസ് ത്രെഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. താൻ ഉച്ഛ്വസിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നു? കൊലവിളിയുമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കൊലവിളിയുമായിട്ട് നടക്കുകയാണ്. കാരണം he went to the high priest and asked him for letters to the synagogues in Damascus, so that if he found anywhere who belonged to the way, whether men or women, he might take them as prisoners to Jerusalem. ഇപ്പോൾ അദ്ദേഹം അടുത്തൊരു മിഷന് വേണ്ടി പോവുകയാണ്. ഇപ്പം ജെറുസലേമിലാണ് ഇതുവരെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അവിടെ നിന്ന് ഡമാസ്കസിലേക്ക് പോയി അവിടെ ചെന്നിട്ട് അവിടുത്തെ സിനഗോഗുകൾ മുഴുവൻ കയറും. ഓരോ സിനഗോഗുകളിലും കയറിയിട്ട് ചോദിക്കും, ഈ സിനഗോഗുകളുടെ ഇടവക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മോഡേൺ ടേമിലാണ്, ഈ സിനഗോഗിലെ മെമ്പേഴ്സിൽ ആരെങ്കിലും യേശുവിൻ്റെ മാർഗത്തിൽ പോയിട്ടുണ്ടോ? അപ്പോൾ സിനഗോഗ് റൂളേഴ്സിനോട് അല്ലെങ്കിൽ അവിടുത്തെ ശുശ്രൂഷകരോട് ചോദിക്കും. അവർ പട്ടിയെടുത്ത് നോക്കും, ഇന്ന കുടുംബത്തിൽ നിന്നും ഇത്ര പേര് പോയിട്ടുണ്ട്, ഇന്ന കുടുംബത്തിൽ നിന്ന് ഇത്ര പേര് പോയിട്ടുണ്ട്, ഇന്ന കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്, ഇവർ കുടുംബം മുഴുവൻ പോയിട്ടുണ്ട്. ഇങ്ങനെ സിനഗോഗുകളിൽ നിന്നും യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്ന എല്ലാവരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ബന്ദികളാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരപത്രവുമായിട്ടാണ് ഇദ്ദേഹം പുറപ്പെടുന്നത്. ഞാൻ സാധാരണ പറയാനുള്ളത് വീണ്ടും പറയുന്നു. ആദ്യത്തെ ആൻറ്റി കൺവെർഷൻ ബിൽ, മതപരിവർത്തനത്തെ തടയുന്ന ബില്ല് പാസ്സാക്കിയത് ഇന്നത്തെ സർക്കാരുകളല്ല. 1-ാം നൂറ്റാണ്ടിൽ ഈ ശൗൽ എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് ഒന്നാമത്തെ ആൻറ്റി കൺവെർഷൻ ബിൽ പാസ്സാക്കിയെടുത്തത്. അപ്പം അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. ആസ് ഹി നിയർ ഡമാസ്കസ് ഓൺ ഹിസ് ജേർണി, അപ്പം ജെറുസലേമിൽ നിന്നും ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ ഏകദേശം ഡമാസ്കസ് എത്താറായപ്പോൾ സഡൻലി എ ലൈറ്റ് ഫ്രം ഹെവൻ ഫ്ലാഷ്ഡ് അറൗണ്ട് ഹിം. പെട്ടെന്നാണ് ഒരു ഭയങ്കരമായൊരു പ്രകാശം തൻ്റെ ചുറ്റും ഒളിമിന്നാൻ തുടങ്ങി. കുതിരപ്പുറത്താണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ പ്രകാശം വന്ന് തന്നെ മൂടുകയാണ്. അതിനിടയിൽ ഞാനൊന്ന് ബ്രാക്കറ്റിൽ പറയുകയാണ് മനസ്സിലാക്കാൻ ഇതിൻ്റെ പശ്ചാത്തലം. ജെറുസലേമിൽ ഏറ്റവും നോട്ടബിൾ മർഡർ നടന്നത് സ്റ്റീഫൻ്റെയാണ്. സ്തെഫാനോസിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ രക്തസാക്ഷി മരണമാണ് ഏറ്റവും. പക്ഷേ ഇതിനകം ജെറുസലേമിൽ മാത്രം ഒരുപക്ഷെ 100 കണക്കിനോ 1000 ക്രൈസ്തവരെ, യേശുവിൻ്റെ മാർഗത്തിൽ വിശ്വസിച്ചവരെ താൻ കൊന്നു കഴിഞ്ഞു. താൻ ചെന്ന് നേരെ ചിലപ്പോൾ കൊല്ലുമായിരിക്കില്ല. താൻ ആളുകളെ മൊബിലൈസ് ചെയ്ത് ഈ മാർഗത്തിലേക്ക് പോകുന്നവരെ മുഴുവൻ കൊന്നുകളയാനുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സ്റ്റീഫൻ പ്രധാനപ്പെട്ട ഒരാളായിരുന്നതുകൊണ്ട് അത് മാത്രമേ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി സാധാരണ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ധാരാളം കൊല ചെയ്യപ്പെട്ട് കാണാം. എന്നാൽ ആ സമയത്ത് സ്വാഭാവികമായിട്ടറിയാം, വിശ്വാസത്തിൽ നിന്നവർ, യേശുവിൽ വിശ്വസിച്ചവരെല്ലാം ശക്തിയേറിയ ഒരു പ്രാർത്ഥന ആരംഭിച്ചു കാണും. നമ്മുടെ നാട്ടിൽ ചെയിൻ പ്രയറോ ഫാസ്റ്റിംഗ് പ്രയറോ രാത്രി പ്രാർത്ഥനയോ തുടർമാനമായ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് പോലെ, കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. യേശുവിൽ വിശ്വസിച്ചാൽ നെക്സ്റ്റ് ഈസ് ഡെത്ത്. യേശുവിൽ വിശ്വസിച്ചാൽ വലിയ അനുഗ്രഹം കിട്ടും, കടം മാറും, ജപ്തി മാറും, രോഗങ്ങൾ മാറും, കുടുംബസമാധാനം ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നതെങ്കിൽ യേശുവിൽ വിശ്വസിച്ചാൽ ചാകാൻ തയ്യാറാകുക എന്നുള്ളതാണ് അന്നത്തെ മെസ്സേജ്. കാരണം നാളെ ജീവനില്ല. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഇപ്പം തന്നെ പോകാൻ തയ്യാറുള്ളവർ മാത്രമേ യേശുവിൽ വിശ്വസിച്ചാൽ മതി. അത്രയ്ക്ക് ടൈറ്റ് സിറ്റുവേഷനാണ്. ഈ സമയത്ത് ശക്തിയേറിയ പ്രാർത്ഥന സഭകൾ നടക്കുകയാണ്. അതിൽ ഏറ്റവും ശക്തമായി പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ, ഒരു പക്ഷേ ഇതെൻ്റെ ഊഹമാണ്, അനനായാസ് എന്ന് പറയുന്നൊരു മനുഷ്യനാണ്. ഒരു വീട്ടിലിരുന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് അദ്ദേഹം ശക്തമായി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ മനുഷ്യനെ നീ ഒന്ന് തൊടണേ. കേൾക്കുന്നുണ്ട്? ഈ മനുഷ്യനെ നീ ഒന്ന് തൊടണേ. ആരെയാണ്? ഈ ശൗൽ എന്ന് പറയുന്ന ഈ പരീശൻ ഒരു വലിയൊരു മനുഷ്യനാണ്. ഈ ശൗലിനെ കുറിച്ച് പറയുവാണെങ്കിൽ
ഹി വാസ് ഹൈലി എഡ്യൂക്കേറ്റഡ്. ഭയങ്കര വിദ്യാഭ്യാസമാണ്. ഇന്നത്തെ കാലത്ത് ഡോക്ടറേറ്റിന് സമാനമായ ഒരു ഡിഗ്രി അദ്ദേഹത്തിനുണ്ട്. ടാർസസുകാരനാണ്. മാത്രമല്ല തൻ്റെ ലൈഫിൻ്റെ ഒരു പ്രൈം ടൈമാണ്. പഠിച്ചിറങ്ങി ഗമാലിയേൽ എന്ന് പറയുന്ന അന്നത്തെ ഏറ്റവും വലിയൊരു സ്കോളാറിൻ്റെ ശിഷ്യനായിട്ട്, ഇന്നത്തെ പോലെ സ്കൂളുകളോ കോളേജുകളോ യൂണിവേഴ്സിറ്റി അല്ലല്ലോ, ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ പോലെ പേഴ്സണലി ഓരോരുത്തരുടെ കീഴിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഗമാലിയേലിൻ്റെ കീഴ് പഠിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഓക്സ്ഫോർഡിലോ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലോ കേംബ്രിഡ്ജിലോ ഒക്കെ പഠിച്ചിറങ്ങുന്നതിന് തുല്യമാണെന്ന് വിചാരിച്ചു അന്നത്തെ കാലത്ത്. അത്രയ്ക്ക് ഹൈലി എഡ്യൂക്കേറ്റഡ്. മാത്രമല്ല ഹി വാസ് ഹൈലി ടാലൻറ്റഡ്, ഫൈനാൻഷ്യലി സൗണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ശൗല് വരുന്നത് ഒരു വലിയ ആഫ്ലുവൻറ്റ് ഫാമിലിയിൽ നിന്നാണ്. റിലീജിയസ് ഫിഗറാണ്. കാരണം ഇത്രയും വലിയൊരു പണ്ഡിതനായിട്ട്, പരീശന്മാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ സൊസൈറ്റിയിൽ തന്നെ ഏറ്റവും ടോപ്പാണ്. അതിൽ തന്നെ ഇദ്ദേഹം വളരെ ഹൈലി ഇതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ അധികാരികളിൽ നിന്നുള്ള ബില്ല് പാസ്സാക്കിയത് കയ്യിലിരിക്കുവാണ്. ഹി വാസ് ഓഥറൈസ്ഡ് കില്ലറാണ്. എന്ന് വെച്ചാൽ കൊല്ലാൻ ലൈസൻസ് ഉള്ളൊരു മനുഷ്യൻ. കേട്ടില്ല അല്ലേ? കൊല്ലാൻ വേണ്ടി ലൈസൻസ് ഉള്ളൊരു മനുഷ്യൻ. ഈ മനുഷ്യൻ ആണ് ഈ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് ചുറ്റും ഒരു ലൈറ്റ് വീശുന്നത്. അതിൻ്റെ പുറയിലെ പശ്ചാത്തലമാണ് പറഞ്ഞത്, ജനങ്ങളുടെ കൂട്ടക്കരച്ചിൽ, സഭയിലുള്ള വിശ്വാസികളുടെ കരച്ചിൽ, പ്രത്യേകിച്ച് അനന്യാസിൻ്റെ പ്രാർത്ഥന. 4, he fell to the ground and heard a voice say to him, Saul, Saul, why do you persecute me? ആ സമയത്ത് താന് ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്, ശൗലേ ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? Who are you, Lord? Saul asked. അപ്പോൾ അടുത്ത ചോദിക്കുന്നത്, നീ ആരുടെ കർത്താവേ? I am Jesus whom you are persecuting, he replied. നീ പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഇവിടെ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. നിങ്ങളെ ആരെങ്കിലും തല്ലുകയോ അസഭ്യം പറയുകയോ വിശ്വാസത്തിൽ വന്നതിന് നിങ്ങളെ ദുഷിക്കുകയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാനസികമായോ ശാരീരികമായോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പീഡിപ്പിച്ചാൽ സുല്ലു നിൽക്കണേ. അത് യേശുവിനെ നേരിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമായി സ്വർഗം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോന്നറിയില്ല, യേശുവിൽ വിശ്വസിക്കുന്ന ആരുപദ്രവിച്ചാലും അത് യേശുവിനെ നേരിട്ട് ഉപദ്രവിക്കുന്നതായിട്ട് കർത്താവ് സ്വർഗം കണക്കാക്കും. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ പീഡനത്തിനിരയാകുന്നുണ്ടോ? കർത്താവ് വിശ്വസിച്ച നിമിത്തം സാമ്പത്തികമായോ സ്വത്ത് തരാതെയോ അസഭ്യം പറഞ്ഞോ ദൂഷണം പറഞ്ഞോ നിങ്ങൾ പോകുന്ന കൂട്ടായ്മയിലെ ശുശ്രൂഷകനെ കൂട്ടിപ്പറഞ്ഞോ ഒക്കെ നിങ്ങളെ ഇന്ന് ആരെങ്കിലും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് യേശുവിനെ നേരിട്ട് പീഡിപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് സ്വർഗം കണക്കാക്കുന്നത്. അതാണ് ഇവിടെ ആ ഇക്വേഷനാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിനുശേഷം 6-ാം വചനത്തിൽ നൗ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ഇൻ ടു ദ സിറ്റി, പെട്ടെന്ന് എഴുന്നിട്ട് സിറ്റിയിലേക്ക് പോവുക. ആൻഡ് യു വിൽ ബി ടോൾഡ് വാട്ട് യു മസ്റ്റ് ഡു. അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് പറയും. ഇത്രയേ ഉള്ളൂ കർത്താവിൻ്റെ കാര്യം. കർത്താവിനെ സംബന്ധിച്ചോളം നേരിട്ട് വന്നൊരു വാക്ക് പറഞ്ഞു. ചില സമയത്ത് ഓഫീസിൽ ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ ഓഫീസ് ചിലരെ ഒരു അസൈൻമെൻറ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യാതൊക്കെ ഇങ്ങനെ ലാഗ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇത്രയും സമയം ഇത് ചെയ്യാൻ. ചിലപ്പോൾ ഞാനെടുത്തൊരൊറ്റ കോൾ ദാറ്റ് ഇസ് ഡൺ. അപ്പം ഞാൻ സാധാരണ ഇവിടെ സ്റ്റാഫിനോടൊക്കെ പറയും, എനിക്കൊരൊറ്റ കോളിൽ തീർക്കാവുന്ന കാര്യമുള്ളേ, ഇപ്പം ഇത്ര ആഴ്ചയായി നിങ്ങളിത് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും. യേശു കർത്താവ് നേരിട്ടിറങ്ങി പ്രശ്നം സോൾവ് ചെയ്തു. 100 പേരെ കൊല്ലുന്ന, ഒരുപക്ഷെ 1000 കൊന്നു മുടിച്ച് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന ഈ മനുഷ്യനെ ഇങ്ങനെ നേരെ വന്ന് ചില വാക്കുകൾ സംസാരിച്ച ആൾ റെഡിയായി. അപ്പം കർത്താവ് നേരിട്ടിടപെട്ടാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന് ഈ പറഞ്ഞു. ഹലോ, എനിക്ക് കേട്ടോ. The men traveling with Saul stood there speechless. They heard the sound but did not see anyone. കൂടെ സഞ്ചരിച്ചവർ അവർ ശബ്ദമൊക്കെ കേട്ടു, പക്ഷെ ആരെയും കണ്ടില്ല. അതിൻ്റെ അർത്ഥം മറ്റുള്ളവർ ശബ്ദം കേട്ടെങ്കിലും പൗലോസാണ് യേശുവിനെ നേരിട്ട് കണ്ടത്. അവർ കണ്ടില്ല, അവരുടെ കണ്ണ് തുറന്നില്ല. Saul got up from the ground, but when he opened his eyes he could see nothing. So they led him by hand into Damascus.
അപ്പോൾ ഈ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു ഇയാൾ. ആരും തള്ളോ ഉന്തോ ഒന്നും ചെയ്തില്ല. കണ്ടപ്പോൾ തന്നെ ആൾ താഴെ പോയി. ഇത്രയേ ഉള്ളൂ യേശു നേരിട്ട് വന്നാൽ പരിപാടി. എന്നിട്ട് അവരെ ഈ ഇദ്ദേഹത്തിൻ്റെ ഇവൻ്റെ കണ്ണ് കണ്ടുകൂടാ കൈപിടിച്ച് ഡമാസ്കസിൽ കൊണ്ടുപോയി. ഫോർ 3 days he was blind. 3 ദിവസം ആൾക്ക് കണ്ണ് കണ്ടുകൂടാ. ആൻഡ് ഡിഡ് നോട്ട് ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ്. 3 ദിവസം ഉപവാസം, ഒന്നും കഴിച്ചില്ല, ഒന്നും കുടിച്ചില്ല, ഫാസ്റ്റിങ്ങിലും പ്രയറിലിരിക്കുകയാണ്. വെറുതെ ഒന്ന് യേശുവിനെ ഒന്ന് കണ്ടേ ഉള്ളൂ, 5-6 വാക്ക് കേട്ടേ ഉള്ളൂ, ആള് മാറി. ഇൻ ഡമാസ്കസ് there was a disciple named Ananias. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനനിയാസ് എന്ന് പറയുള്ളൊരു ശിഷ്യനുണ്ട്. The Lord called him in a vision. Ananias, yes Lord, he answered. ഈ സമയത്ത് അനനിയാസ് പ്രാർത്ഥനയിലാണ്. ഭയങ്കര ഒരു ഭക്തനായ മനുഷ്യൻ. ഞാനതാ പറഞ്ഞത്. ഈ ശൗൽ ഇവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അനനിയാസ് പ്രാർത്ഥന തുടങ്ങി. കർത്താവേ, ഡമാസ്കസിൽ വന്ന് ഒരു കുഞ്ഞിനെ പോലും ആ മനുഷ്യൻ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇവിടെ ഇരിക്കുക പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടായിരിക്കാം താൻ മാത്രമല്ല ഒത്തിരി പേര് പ്രാർത്ഥിച്ചു കാണും ഈ ദർശനം, ഹെവൻലി ഇൻ്റർവെൻഷൻ ഉണ്ടായത്. The Lord told him, go to the house of Judas on Straight Street and ask him for a man from Tarsus named Saul, for he is praying. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ഇന്ന വീട്ടിൽ ചെന്ന് ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യനെ കാണാൻ പറഞ്ഞു. കാരണം അദ്ദേഹം ദർശനം കണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരാൾ വരുന്നതായിട്ട്. In a vision he has seen a man named Ananias come and place his hands on him to restore his sight. കണ്ണ് കണ്ടുകൂടല്ലോ, അതുകൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന, കർത്താവേ എൻ്റെ കണ്ണുറക്കാൻ ആരെങ്കിലും അയക്കണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷനിൽ ആത്മാവിൽ കാണുകയാണ് അനനയാസ് എന്ന് പേരുള്ളൊരു മനുഷ്യൻ കൈവെക്കുന്നു, തനിക്ക് സൗഖ്യം കിട്ടുന്നു. Lord, Ananias answered, I have heard many reports about this man and all the harm he has done to our holy people in Jerusalem. ജെറുസലേമിൽ വിശുദ്ധന്മാരെ മുഴുവൻ നശിപ്പിച്ചത് ഞാൻ കേട്ടിരിക്കുന്നു, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കേട്ടിരിക്കുന്നു. And he has come here with authority from the chief priest to arrest all who call on your name. എന്ന് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഡമാസ്കസിൽ അദ്ദേഹം അധികാരപത്രം വന്നിരിക്കുക കൊല്ലാൻ. But the Lord said to Ananias, go, this man is my chosen instrument to proclaim my name to the Gentiles and their kings and to the people of Israel. അപ്പോൾ പറയുക, ഈ മനുഷ്യനെ ഞാൻ കണ്ടിരിക്കുകയാണ്, ഒത്തിരി രാജാക്കന്മാരുടെ മുമ്പിലും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ അവനെ ഇങ്ങോട്ട് എടുത്തിരിക്കും, അഡോപ്റ്റ് ചെയ്തിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? അന്ന് ഈ ശൗൽ എന്ന മനുഷ്യൻ ഈ സ്വർഗീയ ദർശനം കണ്ടതോടുകൂടെ അതുവരെ തൻ്റെ 30കളിൽ വയസ്സെത്തിരിക്കുകയാണ്. അതുവരെയുള്ള തൻ്റെ ലൈഫ് നേരെ അങ്ങ് തിരിയുകയാണ്. ഇതുവരെ സഭയെ ഉപദ്രവിച്ചെങ്കിൽ ഇനി സഭയെ സ്ഥാപിക്കുന്നവനാണ്. ഇതുവരെ വചനത്തിനെതിരെ നിന്നെങ്കിൽ ഇനി വചനം എഴുതുന്നവനായി മാറുകയാണ്. ഇതുവരെ ക്രിസ്തുവിനെതിരെ നിന്നെങ്കിൽ ഇനി ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവനായി അവൻ നിൽക്കുകയാണ്. ഈ മാറ്റം വന്നത് എങ്ങനെ? ഒരൊറ്റ വിഷൻ. A vision can be life transformative. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഒറ്റ ദർശനം മതി ജീവിതം മൊത്തം മാറാൻ. അകത്തൊരു കരച്ചിലുണ്ടാകട്ടെ, കർത്താവ് ഒരു സ്വർഗീയ ദർശനം എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവിലേക്കൊരു ദർശനം നൽകണമേ, എനിക്കൊരു മാറ്റം വേണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു വിഷൻ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, കുഞ്ഞുങ്ങൾ, വലിയവർ, ആരായിരുന്നാലും ഒരു വലിയ വിഷൻ ഉണ്ടാകട്ടെ. ആ ദർശനമാണ് ജീവിതത്തെ മുഴുവൻ മാറ്റി മറിച്ച് കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു ചിലർക്കൊക്കെ കർത്താവ് ചില വിഷൻസ് തരും. ഫോക്കസ് മാറാൻ പോവുക. ഇതുവരെയുള്ള ലൈഫല്ല, എല്ലാം മാറി മറിയാൻ പോവുക. സപ്പോസ് ആ ദർശനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറേ നാൾ തൻ്റെ ആയുസിൽ കുറേ പേരൊക്കെ കൊന്നൊടുക്കി ഒരു സാധാരണ പരീക്ഷനായി താൻ മാറി അദ്ദേഹത്തിൻ്റെ പേരോ ഒന്നും നമ്മൾ കേൾക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിലൂടെ പുതിയ നിയമത്തിൻ്റെ 1/3 എഴുതപ്പെടാൻ പോകുന്നില്ല. അദ്ദേഹം സഭകൾ സ്ഥാപിക്കാൻ പോകുന്നില്ല. ഇന്ന് യേശു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ എന്ന് പറയുന്നത് പത്രോസ് അല്ല, പൗലോസാണ്. ഇതിനെല്ലാത്തിനും കാരണം ഒരൊറ്റ ദർശനമാണ്. കൈനീട്ട കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു സ്വർഗീയ ദർശനം ലഭിക്കട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതിനായി നന്ദി. എന്ന് മാത്രമല്ല, രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. എല്ലാ ക്യാൻസറും സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഡിസപ്പിയർ ചെയ്യട്ടെ.
ആരുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് എന്തൊരു ട്യൂമർ പോലെ മുഴ പോലെ ഉള്ളത് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നീര് വറ്റിപ്പോകട്ടെ. ഡൈജസ്റ്റീവ് സിസ്റ്റം സൗഖ്യമാകട്ടെ. എന്താണെങ്കിലും കഴിഞ്ഞിട്ട് കർത്താവെ ഓരോ ആവശ്യത്തിലും അങ്ങ് പ്രവർത്തിക്കുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ ബൈ.